നബിയേ, അവിടത്തോടുകൂടെ സ്വർഗത്തിൽ ഉന്നതമായ സീറ്റാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ കൊണ്ട് കഴിയൂലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. റബിയ ശിർക്കാണെന്ന് പറഞ്ഞു. ശിർക്ക് പഠിപ്പിക്കാൻ, തൗഹീദ് പഠിപ്പിക്കാൻ, എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ ലോകത്ത് വന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കേണ്ടേ ശിർക്കാണെങ്കിൽ റബിയ ഇത് മഹാപാതകമാണ്, നിന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും, ഒരിക്കലും തന്നെ ഈ ചോദ്യം ചോദിക്കരുത് എന്ന് പറയണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതോടുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേക സാഹചര്യത്തിൽ ഒരു അഅറാബിയോട് ചോദിക്കുകയാണ്. ഇതെങ്ങനെ അഅറാബി ഇങ്ങോട്ട് ചോദിക്കല്ല, ഇനി ഞാൻ പറയുന്ന വിഷയം. അഅറാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേക സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, പറയുകയാണ്, ബനു ഇസ്രായേലിലുള്ള അജൂദ് ആ കിയവി ചോദിച്ചതുപോലെ നിനക്കെന്താ, നിങ്ങൾക്കെന്താ ചോദിച്ചുകൂടെ? അറാബിയോട് ചോദിക്കുന്നു, ആ ബനു ഇസ്രായേലെ അജൂദ് ആ കിയവി ചോദിച്ചതുപോലെ നിനക്ക് ചോദിച്ചുകൂടെ? കിയവി ചോദിച്ചത് എന്താ? സ്വർഗമാണ് ചോദിച്ചത്. അതൊരു മറ്റൊരു സംഭവമുണ്ട്. ഈ കേവി, ബനു ഇസ്രായേലിലുള്ള കിയവി സ്വർഗം ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യം പോലെ നിങ്ങൾക്ക് ചോദിച്ചുകൂടെ അറാബി? ഈ അറാബി ചോദിച്ചത് എപ്പോഴാണിത് പറഞ്ഞത്? അറാബിയോട് ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ഒരു അറാബിയോട് പ്രത്യേക സാഹചര്യത്തിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ. അറാബിക്ക് പരിചയമുള്ളത് ഒട്ടക. അറാബി വേഗം പറഞ്ഞു, നാക്കത്തൻ, ഒട്ടകം വേണം പറഞ്ഞു. ഒട്ടകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ബനു ഇസ്രായേൽ അജൂദ് ചോദിച്ചതുപോലെ ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചത് സ്വർഗമായിരുന്നു, അതുപോലെ ചോദിച്ചുകൂടെ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ താല്പര്യമെന്ന് നാം മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ, വഫാത്തിന്റെ ശേഷമുള്ള സഹായം. ആദ്യം നാം എന്താണ് മരണം, എന്താണ് വഫാത്ത്, എന്താണ് മരണം, അത് പഠിക്കണം. അത് പഠിക്കാത്തതാ മൗലവിമാർക്ക് ആകെ പോയ പെടല്. അവർക്ക് പെട്ടത് മുഴുവനും അതാ. കാരണം എന്താ? മരണം എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകലാണ്, മരണത്തോടുകൂടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ ശിർക്കാരോപണങ്ങൾക്കും കാരണം. നിങ്ങൾ മനസ്സിലാക്കണം. ഇമാമുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്താണ് മരണം? അന്നൽ മൗത മഅനാഹു തഗയ്യുറു ഹാലിൻ ഫഖത്ത്. മരണമെന്ന് പറഞ്ഞാൽ അത് രൂപവ്യത്യാസം മാത്രമാണ്. തഗയ്യുറു ഹാലിൻ ഫഖത്ത്, രൂപവ്യത്യാസപ്പെടൽ മാത്രമാണ് മരണം എന്ന് പറഞ്ഞാൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅന്ന റൂഹ ബാഖിയത്തുൻ ബഅദ മുഫാറഖത്തിൽ ജസദി. ശരീരത്തിൽ നിന്ന്, ജസദിൽ നിന്ന് ആത്മാവ് വേർപിരിഞ്ഞതിന്റെ ശേഷം ഈ ആത്മാവ് ഇമ്മാ മുഅദ്ദബത്തുൻ വ ഇമ്മാ മുനഅമത്തുൻ, ഒന്നെങ്കിൽ ഈ ആത്മാവ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവിനെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാതെ മരണത്തോടുകൂടെ എല്ലാം നശിച്ചു പോകുന്നു എന്നുള്ള ആ പറച്ചിൽ, അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത, അങ്ങനെയുള്ളൊരു സംസാരം ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് കാണുകയും കേൾക്കുകയും അറിയുകയും എല്ലാ വസ്തുക്കളും ഈ ആത്മാവ് അറിയുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? മരിച്ചു കഴിഞ്ഞ വ്യക്തി അറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞതല്ലേ ഹദീസിൽ, അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ മിൻ അഹദിൻ യമുറു ബിഖബരി അഖീഹിൽ മുസ്ലിമി കാന യഅരിഫുഹു ഫിദ്ദുനിയ ഫയുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹഹു ഹത്താ യറുദ്ദ അലൈഹി സലാം. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞതാ. ഒരു മുസ്ലിമായ സഹോദരന്റെ കബറിന്റെ അരികിലൂടെ ആര് നടന്നുപോയി സലാം പറഞ്ഞാലും ആ സലാം ആ കബറാളി മടക്കുന്നുണ്ട്. ആ സലാം മടക്കാൻ ആ കബറാളിക്ക്, ആ കബറാളിയുടെ ആത്മാവിന് അല്ലാഹു തആല മടക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പരിചയമുള്ള ഏതൊരാൾ മരണപ്പെട്ടിട്ടുണ്ടോ, ആ മരണപ്പെട്ട വ്യക്തിയുടെ കബറിന്റെ അരികിലൂടെ പോകുമ്പോൾ ആര് സലാം പറയുന്നുവോ അവരെ സലാം ആ കബറാളി മടക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നു. ഇനി എന്ത് നമുക്ക് പറയാനുണ്ട്? ഇതുപോലെ തന്നെ ശുഹദാക്കളുടെയും അവസ്ഥ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാക്കൾ അല്ലാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു തആല ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഇബ്നു തൈമിയ്യ എന്ത് പറയുന്നു? ഇബ്നു തൈമിയ്യ എന്ത് പറയുന്നു? അന്നൽ ഹയാത والرزق ودخول الأرواح الجنة ليس مختصا بالشهيد. ഹയാത്ത്, റിസ്ക്, അതുപോലെ തന്നെ ആത്മാക്കൾ സ്വർഗത്തിൽ കടക്കൽ, ഇതൊന്നും ഷഹീദിന്റെ മാത്രം പ്രത്യേകതയല്ല, ഷഹീദ് അല്ലാത്തവർക്കും ഉണ്ടാകുമെന്ന്.
ഷഹീദ് അല്ലാത്തവർക്ക് ശുഹദാക്കൾ അല്ലാത്തവർക്കും ഉണ്ടാകുമെന്ന് ഇബ്നു തൈമിയ തന്നെ പറയുന്നു. കമാ ദല്ലത്ത് അലാ ദാലിക നുസൂസു സ്ഥാബിതതു എന്ന് ഇബ്നു തൈമിയ പറയുന്നു വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി വഫാത്തിന്റെ ശേഷം അറിയുന്നുണ്ടോ? അല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം നിലക്ക് അറിയുന്നുണ്ടോ എന്തും നമുക്ക് മനസ്സിലാക്കാം, എന്തും നമുക്ക് ചിന്തിക്കാം. പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു അവിടുത്തെ കുറിച്ച് തന്നെ, അല്ലാഹുവിന്റെ ഹബീബ് സലാം അടക്കുന്നതിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിന്റെ ശേഷം അറിയുന്നതിനെ കുറിച്ച് അവിടുന്ന് തന്നെ പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. എന്റെ മേൽ ആര് സലാം പറഞ്ഞാലും ഞാൻ അവരുടെ സലാം അടക്കും. അവരെ സലാം അടക്കാൻ എന്റെ റൂഹിനെ അല്ലാഹു തആല എനിക്ക് മടക്കിത്തരും. അതുകൊണ്ട് ആര് സലാം പറഞ്ഞാലും ഞാൻ അവരുടെ സലാം അടക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു. വഫാത്തിന്റെ ശേഷമുള്ള സംഭവമല്ലേ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാത്രം സംഭവം അല്ല. അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്. മരണത്തിന്റെ ശേഷമുള്ള സംഭവമായി പറയുന്നത്, വഫാത്തിന്റെ ശേഷമുള്ള സംഭവ പറയുന്നത്, അൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അമ്പിയാക്കന്മാർ അവരെ ഖബറുകളിൽ അതേ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വെറുതെയല്ലല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മറർതു അലാ മൂസാ ലൈലത ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഹ്മരി വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി. എന്ത് പറയാനുണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകും. അവിടുത്തെ ഖബറിന്റെ അരികിലൂടെ പോകുന്ന സമയത്ത്, ഇസ്രാ മിഅ്റാജിന്റെ അന്ന് പോകുന്ന സമയത്ത്, വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെയാണ് നേരത്തെ ബൈത്തുൽ മുഖദ്ദസിൽ കണ്ടത്. എന്നാൽ ഇതേ ഖബർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മൂസാ നബിയെ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ആറാനാകാശത്തും കാണുന്നത്. ഇതൊക്കെ വഫാത്തിന്റെ ശേഷമുള്ള സംഭവമല്ലേ? എന്നാൽ ഇതിനെക്കുറിച്ച് ഇബ്നു തൈമിയ പറയുന്നു, നോക്കൂ, ഫഇന്ന അംറൽ അർവാഹി മിൻ ജിൻസി അംറിൽ മലായിക ഫിൽ ലഹ്ദത്തിൽ വാഹിദതി തസ്അദു വതഹ്ബിതു കൽ മലകി ലൈസത് ഫീ ദാലിക കൽ ബദനി. ഇബ്നു തൈമിയ തന്നെ പറഞ്ഞതാണ്, ആത്മാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് മലക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കാരണം ഒരൊറ്റ നിമിഷത്തിൽ തന്നെ ഫിൽ ലഹ്ദത്തിൽ വാഹിദ, ഒരൊറ്റ സെക്കൻഡിൽ തന്നെ തസ്അദു, ആത്മാവ് കയറുകയും വതഹ്ബിതു, ഇറങ്ങുകയും ചെയ്യും, കൽ മലകി, മലക്കിനെ പോലെ. ലൈസത് ഫീ ദാലിക കൽ ബദനി. എന്ത് മനസ്സിലായി? നേരത്തെ ശരീരം ഉള്ളതുപോലെ മാത്രമല്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ വഫാത്തിന്റെ ശേഷമാണ് കഴിവ് കൂടുന്നത്, പവർ കൂടുന്നത്. കാരണം ഇദാ തസ്അദു വതഹ്ബിതു, ഇങ്ങനെ ഈ ആത്മാവ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു മലക്കുകളെ പോലെ. ഇനി നമുക്ക് എന്ത് പറയാനുണ്ട്? ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അല്ലാഹു തആലാക്ക് തീർച്ചയായും നിശ്ചയമായും അല്ലാഹു തആലാക്ക് സഞ്ചരിക്കുന്ന ചില മലക്കുകളുണ്ട്. ആ മലക്കുകൾ യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിന്റെ സലാം എന്റെ അരികിൽ എത്തിക്കുന്നു, എന്റെ ഉമ്മത്തിന്റെ സലാം എന്റെ അരികിൽ എത്തിക്കുന്നു. അത് മടക്കാതെക്കാനാണ് ഇവന് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് അടക്കുന്നു എന്ന് തന്നെയല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹയാതി ഖൈറുൽ ലക്കും, ഹയാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. അത് പറഞ്ഞ് മുത്തുനബി നിർത്തിയില്ല. മുത്തുനബിക്ക് അറിയാം ശേഷം ഇങ്ങനെ ഒരു വിഭാഗം വരും എന്ന്. അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു ശേഷം, വഫാത്തി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. തുഉറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ, ഏതേത് അമലുകളുണ്ടോ, അത് എന്റെ മേൽ വെളിപ്പെടുത്തപ്പെടുന്നതാണ്. ഫമാ റഅയ്തു മിൻ ഖൈറിൻ ഹമിദുല്ലാഹി അലൈഹി, നിങ്ങൾ ചെയ്യുന്ന എന്തൊരു നന്മ കണ്ടാലും, ഖൈറായ പ്രവർത്തനം ഞാൻ കണ്ടാൽ, ഹമിദുല്ലാഹി അലൈഹി, അല്ലാഹു തആലാനെ ഞാൻ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശർരിൻ, നിങ്ങൾ എന്തെങ്കിലും ശർറ് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പൊറുക്കൽ തേടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിനോട് വഫാത്തിന്റെ ശേഷം നേരിട്ട് സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിവ് വേണോ?
ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വിഷയാവതരണത്തിൽ ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ഇവിടെ വ്യവസ്ഥ ചെയ്തപ്പെട്ടതെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഇവിടെ വിഷയാവതരണവും നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാത്തിരിക്കുന്ന എന്താണ് ഹഖ് എന്താണ് ബാത്തിൽ പൊളിച്ച് നിങ്ങളെ പാളീസാക്കി ഘട്ടം ഘട്ടമാക്കി അതാ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട നൗഷാദ് ഉസ്താദ് അവറുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ഈ പറഞ്ഞ വിഷയങ്ങളിൽ നമുക്ക് എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഹബീബായ മുത്തനബി പറയുന്നു, വഫാത്തി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅമാലുക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഹബീബായ മുത്തനബിയോട് സഹായം ചോദിക്കുന്നതിനുള്ള തെളിവ്. ഞാൻ പറയാൻ പോകുന്ന ഹദീസ് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും അത് കേൾക്കുമ്പോൾ അതേ നെഞ്ചുടുപ്പോടുകൂടെ അത് ഞെട്ടുന്ന രൂപത്തിൽ കേൾക്കുന്നത് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തന്നെയാവും. കാരണം എന്തുകൊണ്ട്? വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദ്ലാ. അല്ലാഹുവിന്റെ പ്രവാചകരാകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന കാലത്ത് നീതിമാനായ ഭരണാധികാരിയായി വന്നിറങ്ങുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ثم لئن قام على قبري فقال يا محمد لا أجيبنه صلى الله عليه وسلم ثم لئن قام على قبري ഉള്ളു കണ്ടറിയാ ثم لئن قام على قبري എന്റെ ഖബറിന്റെ അരികിൽ വന്ന് ഫഖാല ഈസാ നബി പറയുകയും ചെയ്താൽ എന്ത് യാ മുഹമ്മദ് എന്ന് പറയുകയും ചെയ്താൽ ല ഉജീബന്നഹു, ശിർക്കാണ് ഈസാ നബിയെ കോപു പാടില്ല. അല്ലെങ്കിൽ ആര് പഠിപ്പിച്ചു? നിങ്ങളാണോ ഇവിടെ നീതിമാനായ ഭരണാധികാരിയായി വരുന്നത്? ഇത് ആര് പഠിപ്പിച്ചതാ? പാടില്ല. അല്ല, ല ഉജീബന്നഹു, തീർച്ചയായും ഞാൻ അതിന് ഉത്തരം ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തുണ്ട് പറയാൻ? ഇവിടെ എന്തുണ്ട് ഇനി പറയാൻ? ഇനി നിങ്ങൾക്ക് ഇതര വ്യവസ്ഥയിലുള്ളത് പോലെ രോഗശമനം, ഞങ്ങളെ രോഗം മാറ്റിത്തരടെ, കുട്ടിന്റെ കല്യാണം ശരിയാക്കി തരണേ എന്നൊക്കെ പറഞ്ഞല്ലോ. കേട്ടോളൂ, തൊലബുഷിപ്പായുള്ള തെളിവ്. അതെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് വിശാലമായ സമ്പത്തുള്ള വ്യക്തിത്വമാണ്, മഹാനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്ര സംഭവത്തിൽ പറയുന്നു, അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തളർച്ച വന്നു. തളർച്ച വന്നപ്പോൾ മദീന, അദ്ദേഹം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ മഹാൻ മദീനയിൽ പ്രവേശിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബിനോട് സഹായം തേടുന്നു. മാത്രമല്ല അവിടുന്ന് മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന ഈ മഹാന് ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അവരെ നടന്നു പോവുകയും ചെയ്തു. വലം യുആബിദുഹു ദാലിക, പിന്നീട് ആ രോഗം തിരിച്ചു വന്നിട്ടില്ല. എന്ത് പറയാനുണ്ട്? ഇനി നിങ്ങൾ ഒന്നും കൂടെ നോക്കൂ, ഇതാരാ പറഞ്ഞത്? നമ്മളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന അസ്കലാനി ഇമാമിന്റെ ദുററുൽ കാമിലയിലാണ് ഈ സംഭവം ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അസ്സയ്യിദ് അബ്ദുൽ ഖാദിർ ബിൻ ഷാഹീൻ എന്ന് പറയുന്ന മഹാൻ, അവർ നിങ്ങൾ നോക്കൂ, അവർ എപ്പോഴാ സഹായം ചോദിക്കുന്നു? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാൾ വഫാത്താകുന്ന മരണസമയത്ത് ഇങ്ങനെങ്ങാനും ചോദിച്ചാൽ യാ റസൂലല്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ അവരെ കഥ കഴിഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഇഖ്യാസ് മൂലയ്ക്ക് കത്തുകൊടുക്കലൊക്കെ ഉണ്ടായത് പോട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ബിൻ ഷാഹീൻ റളിയല്ലാഹു തആല അൻഹു അവരെപ്പോഴാ പറയുന്നത്, സഹായം ചോദിക്കുന്നത്? വക്കാന ആഖിറു കലാമിഹി യാ റസൂലല്ലാഹ് അൽ മദദ്, അദ്ദേഹത്തിന്റെ അവസാന വാചകം യാ റസൂലല്ലാഹ് അൽ മദദ്, അല്ലാഹുവിന്റെ റസൂലേ അവിടുന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി ആ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ബിൻ ഷാഹീൻ റളിയല്ലാഹു അൻഹുവിന് ഷഹാദത്ത് കലിമ ചൊല്ലാനുള്ള അവസരം കൊടുത്തു. വശഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് ചൊല്ലിയിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ബിൻ ഷാഹീൻ എന്ന മഹാൻ വഫാത്തായി പോയത്. ഒന്നുകൂടെ നിങ്ങൾ നോക്കണം, ഇനി എല്ലാവരും മനസ്സിലാക്കണം. മൊത്തത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്. എന്ത്? അമ്മാ യഖൂഫിൽ മിനൽ ആമത്തി മിൻ ഖൗലിഹിം മിൻ ദശദാഇദി യാ ശൈഖ് ഫുലാൻ യാ റസൂലല്ലാഹ് വനഹബി ദാലിക മിനൽ ഇസ്തിഗാസതി ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ
വൽ ഉലമാഇ വസ്സാലിഹീന. ഇങ്ങനെ വിഷമഘട്ടങ്ങളിൽ അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, മുർസലീങ്ങളോട്, ഉലമാക്കന്മാരോട്, സ്വാലിഹീങ്ങളോട് അതേ ചോദിക്കുന്ന ഇസ്തിഗാസയുണ്ടല്ലോ, യാ റസൂലല്ലാഹ് ഞങ്ങളെ സഹായിക്കണേ. ഈ അർത്ഥത്തിലുള്ള ഇസ്തിഗാസ ഫഹൽ ദാലിക ജായിസുൻ, അത് അനുവദനീയമാണോ? അം ലാ, അല്ല അനുവദനീയമല്ലേ. വഹൽ ലിറുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന വൽ മശായിഖി ഇഗാസത്തുൻ ബഅദ മൗതിഹിം. അംബിയാക്കൾ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർക്ക് അവരെ വഫാത്തിന്റെ ശേഷം സഹായിക്കാൻ കഴിയുമോ? അതെ, വമാദാ യുറജ്ജിഹു ദാലിക, അതിനുള്ള തെളിവാ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റംദി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസത്തുൻ. അങ്ങനെയുള്ള അംബിയാക്കൾ, ഔലിയാക്കന്മാരോടുള്ള സഹായത്തേട്ടം അത് അനുവദനീയമാണ്. വലിറുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം, വഫാത്തിന്റെ ശേഷം അവർക്ക് സഹായിക്കാനുള്ള കഴിവുണ്ട്. കാരണം അവരുടെ മുഅ്ജിസ് മുറിഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാരെ കറാമത്ത് മരണത്തിന്റെ ശേഷം മുറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ ഇൽം അറിഞ്ഞോളണം മൗലവിമാരെ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലായത് അല്ലാഹു തആല നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ച മുജാഹിദ് വിഭാഗം ഗണന നടത്തുന്നതാണ്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം, അതിന് വിരുദ്ധമായി അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥനകൾ ശിർക്കല്ല എന്ന വാദവുമായി രംഗത്ത് വരികയും മഹാന്മാരോട് നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഇസ്തിഗാസ എന്ന് പേരിട്ടുകൊണ്ട് അത് അനുവദനീയമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ തെളിവില്ലായ്മ അവരുടെ വിഷയാവതരണത്തിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നൗഷാദ് അഹ്സനി അനുഭവത്തിലൂടെ പാഠം പഠിക്കും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ തന്റെ ജീവിതത്തിൽ അദ്ദേഹം അത് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് പുതിയ വിഷയാവതാരകന്റെ എഴുന്നള്ളിപ്പിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇനി എന്തുണ്ട് നിങ്ങളോട് പറയാൻ. തന്റെ സംസാരത്തിന്റെ ആദ്യം അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വിഷയാവതരണത്തിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്നതിന് തെളിവുദ്ധരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മനസ്സിലാക്കിയ വിഷയാവതരണം വേറെ വരാനുണ്ടെന്ന്. അതിനാണ് വിഷയാവതരണം. എന്നിട്ട് ആ വിഷയാവതരണത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനിയിതാ ഞാൻ പറയുകയാണ്. അപ്പൊ അതുവരെ പറഞ്ഞ ഒന്നും നമുക്ക് ബാധകമല്ല എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു. അതുവരെ പറഞ്ഞ ഒന്നും തെളിവല്ല. ഇവിടെ മരിച്ചുപോയ മരണത്തിന് ശേഷം റൂഹും ശരീരവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണോ ഇവിടെ തർക്കവിഷയം? അല്ല. മരണത്തിന് ശേഷം അമ്പിയാക്കളുടെ റൂഹിന്റെ അവസ്ഥ എന്ത്, ശുഹദാക്കളുടെ റൂഹിന്റെ അവസ്ഥ എന്ത് എന്നതാണ് ഇവിടെ തർക്കവിഷയം. മരിച്ചുപോയ മനുഷ്യരുടെ ബർസഹിയായ അവസ്ഥ എന്ത് എന്നതാണ് ഇവിടെ ചർച്ചാ വിഷയം? അല്ല. ഇവിടെ ചർച്ചാ വിഷയം വ്യവസ്ഥയിൽ കൃത്യമായി എഴുതി. വിഷയാവതാരകൻ വിഷയാവതരണത്തിൽ തെളിയിക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായത്തേട്ടം ശിർക്കല്ല, അനുവദനീയമാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞ തെളിവുകളൊക്കെ, ആദ്യം പറഞ്ഞ തെളിവുകൾ മുഴുവൻ ഈ വ്യവസ്ഥയുമായി ഒരു ബന്ധവുമില്ലാത്ത തെളിവാണ്. പറഞ്ഞ ഒരു തെളിവ് തന്നെ നിങ്ങൾ നോക്കൂ, റബീഅ സ്വർഗത്തിന് തേടിയില്ലേ എന്നാണ്. എന്താ അതിനെപ്പറ്റി റിസാല രേഖപ്പെടുത്തിയത് 1998 ഏപ്രിൽ 17 റിസാല. ആ റിസാലയിൽ പറയുകയാണ് ഈ സംഭവം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട്, എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം അവിടുത്തെ ഒരു അപേക്ഷയും തിരസ്കരിക്കാൻ സാധ്യതയില്ലാത്തത്ര ഉന്നതമാണ്. എന്നിട്ട് എന്താ ആവശ്യപ്പെട്ടത്? തിരുദൂതരെ, സ്വർഗത്തിൽ എന്നെ അങ്ങയുടെ സമീപസ്ഥനാക്കി തരാൻ അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി ഒരു സഹാബി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നല്ല തർക്കം. തർക്കം എന്ത് എന്ന് ഏറ്റവും ചുരുങ്ങിയത് വ്യവസ്ഥ വായിച്ചു നോക്കി മനസ്സിലാക്കാമായിരുന്നു. പിന്നെന്താ? പിന്നെ പറഞ്ഞത് ആ ഹാഫിളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇപ്പോഴത്തെ പുതിയ ഈ ചില തകിടം മറിയലുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാകും ഹാഫിള് എന്ന പദം പ്രത്യേകം പ്രയോഗിക്കണമെന്ന നിർദ്ദേശം കിട്ടിയത് കൊണ്ടാകാം ഹാഫിള് എന്ന് പറഞ്ഞത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് പേരോട് പറഞ്ഞതാണ്. പേരോട് പറഞ്ഞത് എന്താ? വഹുവ അല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഒരു ഹാഫിള് ഞങ്ങൾക്ക് വേണ്ട എന്ന് നൗഷാദിനോട് തന്നെയാണല്ലോ പേരോട് പറഞ്ഞത്.
പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറഞ്ഞതാണ് ഒരു ഹാഫിളും വേണ്ട, ഹാഫിളായി അല്ലാഹു മതി. അതാണ് മുജാഹിദികൾ ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുന്നത്. പിന്നെന്താ ഇവിടെ കിതാബ് കമ്മിയാണെന്നൊക്കെയാണ് മൂപ്പര പരാതി. ഞങ്ങൾ കമ്മിയാക്കി തന്നെയാണ്. കാരണം വരുന്നത് ആരാന്നുള്ള വിവരം ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. എന്തിനാ കിതാബത്തൊക്കെ എടുത്തു വരുന്നത്? ഈ ജാതി ആളുകളുടെ മുമ്പിൽ അത്രയൊക്കെ കിതാബ് വേണ്ടതുള്ളൂ. പറയുന്നത് ഇവിടെ അവതരിപ്പിച്ച തെളിവുകളൊന്നും നിങ്ങൾ കേട്ടോ? എന്റെ ബഹുമാന്യനായ സഹോദരൻ നസീറുദ്ദീൻ റഹ്മാനി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചു. അമ്പിയാക്കളോട് തേടിയ, മഹാന്മാരോട് തേടിയ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് പഠിപ്പിക്കുകയാണ്. ആ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, ഖുൽ ഇന്നമാ ദു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുള്ളൂ. ആരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാ പറഞ്ഞത്? റഹ്മാൻ ഇവിടെ വിശദീകരിച്ചു. അല്ലാഹുവാണ് സൃഷ്ടാവി എന്ന് അംഗീകരിച്ച, ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് തേടിയ ഒരു സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിക്കുന്നത്. ഇത് കേട്ട് ഈ ഇസ്ലാം അംഗീകരിച്ച, തങ്ങൾ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അമ്പിയാക്കളുടെ ബിംബങ്ങളെയും ഔലിയായിന്റെ വിഗ്രഹങ്ങളെയും സാലിഹികളുടെ വിഗ്രഹങ്ങളെയും ഒക്കെ വലിച്ചെറിഞ്ഞ ഏതെങ്കിലും ഒരു സഹാബി, പ്രിയപ്പെട്ടവരെ കൽബ് കൊടുത്ത് ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടെ നിന്നോട്ടുള്ള ലക്ഷത്തിലധികം സഹാബിമാർ ആരെങ്കിലും ശരി ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ബിംബം ഒഴിവാക്കണമെന്നാണ്, ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം വിഗ്രഹം ഒഴിവാക്കണമെന്നാണ്, ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം അവരുടെ രൂപമുണ്ടാക്കാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം നബിയെ വിളിച്ച് തേടാം, നമുക്ക് നോഹ് നബിയെ വിളിച്ച് തേടാം, നമുക്ക് വദ്ദിനെ വിളിച്ച് തേടാം, നമുക്ക് ലാത്തയെ വിളിച്ച് തേടാം, നമുക്ക് ബദർ ശുഹദാക്കളെ വിളിച്ച് തേടാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ തേടിയ വല്ല സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുകയുമായിരുന്നു വിഷയാവതരണത്തിൽ ചെയ്യേണ്ടത്. അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന മഹാനവറുകൾക്ക് വിശന്നപ്പോ അദ്ദേഹം ചെയ്തു. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ ഇതിന്റെ കോപ്പി ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ്, സ്വഹീഹായ ഹദീസാണോ ഉദ്ധരിച്ചത്? സ്വഹീഹായ ഹദീസുകളാണോ തെളിവായി ഉദ്ധരിച്ചത്? ഉദ്ധരിച്ച സംഭവങ്ങളിൽ വിഷയമായിട്ട് ബന്ധമില്ല. സ്വഹീഹായ ചില ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താ വിഷയമായിട്ടൊരു ബന്ധമില്ലാത്തത്? വിഷയമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിക്കുന്നത് ഉദ്ധരിച്ചതോ അത് സ്വഹീഹായ ഹദീസല്ല, ഖുർആനിലെ ആയത്തല്ല. ഇതിനാണോ വിഷയാവതരണം എന്ന് പറയേണ്ടത്? ഇതാണോ ഇനി എന്ത് വേണം, ഇനി നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുന്നത്? അപ്പോൾ ഞെട്ടിയത് ഞങ്ങളല്ല, ഞാൻ നൗഷാദ് ഹസനിയെ തന്നെ നോക്കുകയായിരുന്നു. അദ്ദേഹം ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. കാരണം വിഷയാവതാരകൻ അറിയില്ലെങ്കിലും ഇപ്പുറത്താരാണ് ഇരിക്കുന്നതെന്നും നമ്മുടെ പ്രമാണം എന്ത് എന്നും അദ്ദേഹത്തിന് കൃത്യമായി അറിയാമല്ലോ. പിന്നെ പറഞ്ഞു പറഞ്ഞ് അവസാനം മരണവും ജീവിതവും ഒരുപോലെയാണ്. മരണത്തിന് ശേഷം എന്താ ഉണ്ടാണത്? ഹാല് മാറുന്നുണ്ട് എന്നേ ഉള്ളൂ. അതിന്റെ കാര്യം, അതിന്റെ കാര്യം മരണത്തിന് ശേഷം ഹാല് മാറി. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോ ഗൾഫിലേക്ക് പോകുന്ന മനുഷ്യൻ, വാപ്പ ജീവിച്ചിരിക്കുന്നു, ഇവൻ വേറെ വീട്ടിലാണെങ്കിൽ വാപ്പാനോട് പോയി, വാപ്പ ഇന്നേ സാധനം ടിക്കറ്റ്, ഇത്രാം തീയതിയാണ് എന്റെ യാത്ര, ഇന്ന ഫ്ലൈറ്റിനാണ് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറയും. വാപ്പ മരിച്ചാലോ പണി പറമ്പത്തോട്ട് പറയോ? വാപ്പ ഞാൻ ഇന്നേസം പോവാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ടിക്കറ്റ് ഇന്നേസാണ്, നിങ്ങൾ വന്ന് വീട്ടിൽ വരണം പറയോ? ഇല്ല. എന്റെ കാര്യം ഹാല് മാറി. ആ ഹാല് മാറ്റം തന്നെയാണ് ഈ ഇസ്തിഗാസയെ വേർതിരിച്ചത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ തെളിവ് ധരിച്ചല്ലോ. തന്റെ മുമ്പിലുള്ള മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മനുഷ്യൻ സഹായം തേടി. എതിർക്കുന്നില്ല മുജാഹിദികൾ. ഇവിടെ പറഞ്ഞു മലക്കുകൾ സഹായിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ തെളിവ്. മലക്കുകൾ സഹായിച്ചു. പക്ഷേ മലക്കുകളോട് സഹായം തേടിയോ? മലക്കുകൾ സഹായിച്ചു, പക്ഷെ മലക്കുകളോട് സഹായം തേടിയോ? ഇല്ല. അതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായം തേടി, ജീവിച്ചിരിക്കുന്ന കാലത്ത് പലരെയും സഹായിച്ചു. എന്നാൽ പ്രാമാണികമായ ഹദീസിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു നബിയോട് സഹായം തേടിയത് തെളിയിക്കാൻ കഴിയില്ല. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, സുന്നത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ അവതരിപ്പിച്ച വിഷയം വിഷയാവതരണത്തിന്റെ ഖണ്ഡനമാണല്ലോ. ഞാൻ പറയുന്നു, വ്യവസ്ഥ വായിക്കാതെ, വ്യവസ്ഥയിലെ വാദമെന്തെന്ന് വായിക്കാതെ, വ്യവസ്ഥയിൽ ഉദ്ധരിക്കേണ്ട പ്രമാണങ്ങൾ എന്ത് എന്ന് വായിക്കാതെ, എവിടെ നിന്നോ ഉണ്ടാക്കിയ ഒരു നോട്ട് അതിവിടെ കൊണ്ടുവന്ന് വായിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റേതോ വാദപ്രതിവാദത്തിന്, മറ്റേതോ കവലപ്രസംഗത്തിന് ഉണ്ടാക്കിയ
ഉണ്ടാക്കിയ ഒരു നോട്ട് വായിക്കാനല്ലല്ലോ ഇവിടേക്ക് ക്ഷണിച്ചത്. ശ്രോതാക്കൾ ചിന്തിക്കുക, ആരാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്, ആരാണ് കൃത്യമായി വിഷയം അവതരിപ്പിച്ചത്, ആരാണ് ഇവിടെ വാദവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചത്. മുജാഹിദ് വിഭാഗം അത് കൃത്യമായി ആ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് നബിയോട് നടത്താൻ പാടില്ല, അത് വലിയനോട് നടത്താൻ പാടില്ല, അത് മലക്കിനോട് നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് വളരെ കൃത്യമായി വിശദീകരിച്ചു. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പരിപാടി തീരുന്നതുവരെ ഈ പ്രമാണങ്ങൾ, തെളിവുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവുക. ഈ വാദവും അതേപോലെ തന്നെ വാദത്തിന് ഉദ്ധരിക്കേണ്ട പ്രമാണങ്ങളും അതും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. മറ്റൊരു വിശദീകരണം ആവശ്യമില്ലാതെ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പണിയെടുക്കാതെ ഈ വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ ഇവിടുന്ന് ഇസ്തിഗാസ ചെയ്യിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ എന്ന് ആദ്യമായി രേഖപ്പെടുത്തുന്നു. പിന്നെ ഹാല് മാറുന്നത്, ആകെ ഹാല് മാറലല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കിട്ടിയ അവസരമായത് അതാ റഹ്മാനി എവിടെ ഇരിക്കുന്നത്? അയാൾ എവിടെ? മാസങ്ങൾക്ക് മുമ്പ് മസ്കത്തിൽ വന്നു. മസ്കത്തിൽ വന്നപ്പോ തലപ്പാവ് അൽഹംദുലില്ലാ വാദപ്രതിവാദം കഴിഞ്ഞപ്പോ തൊപ്പിയായിട്ടുണ്ട്. ഇനി ഈ വാദപ്രതിവാദത്തോടെ തൊപ്പിയും ഞങ്ങൾ ഊരിക്കുകയും സംശയിക്കണ്ട. ആ സമയത്ത് അയാളെ വാദം എന്താണെന്നറിയോ? കായക്കൊടി സിഹിറിൽ വിശ്വസിക്കുന്ന ആള്, അതുപോലെ തന്നെ റഹ്മാനി, അതുപോലെ തന്നെ നസ്സാഹു നമ്മുടെ കോടമ്പയ സംവാദത്തിലിരുന്ന ആള്, അയാളെ സംബന്ധിച്ച് അന്ന് കായക്കൊടിയെ കുറിച്ചുള്ള വിശ്വാസം കാഫിറാണ് എന്നായിരുന്നു. കാരണം അയാൾ സിഹിറിൽ വിശ്വസിച്ച ആളായിരുന്നു. റഹ്മാനി ജിന്നിനോട്, ഇപ്പൊ മരക്കിന്റെ തേട്ടം പറഞ്ഞല്ലോ, ജിന്നിനോടുള്ള തേട്ടം വിശ്വസിച്ച ആളായതുകൊണ്ട് അയാൾ മുശ്രിക്കാനായിരുന്നു കായക്കൊടി അന്നത്തെ വാദം. എന്നിട്ട് മുശ്രിക്കും കാഫിറും എല്ലാം കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഹാര് മാറിയത്രേ. ഹാര് മാറ്റുക തന്നെ ചെയ്യും. ഇതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ വാദപ്രതിവാദം തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവുകയാണ്, യാതൊരു സംശയവും അതിലില്ല. പിന്നെ സഹോദരങ്ങളെ, ഇസ്തിഗാസ എന്നൊക്കെയുള്ള പദമുണ്ടല്ലോ, അതൊക്കെ മുജാഹിദ് പ്രവർത്തകർ അടക്കം പഠിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർ തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് പറയുന്നതിൽ എന്ത് അർത്ഥമാവുകയുള്ളത്? ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ മറുപടി പറയണം. വിഷയാവതരണം മുഴുവനും ബാത്തിലാകും. ഇതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നബി തങ്ങളോട് സ്വഹാബത്ത് സ്വർഗം ചോദിച്ചു എന്ന് മാത്രമല്ല, ഒട്ടകം തരാൻ ചോദിച്ചപ്പോ എന്തേ ഒട്ടകം ചോദിക്കുന്നു, സ്വർഗമല്ലേ എന്നോടൊക്കെ ചോദിക്കേണ്ടത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വർഗം ചോദിക്കുക എന്നത് മനുഷ്യ കഴിവിനപ്പുറം. സ്വർഗം ചോദിക്കുക എന്നത് മനുഷ്യ കഴിവിന് ഇപ്പുറമാണോ മൗലവിമാരെ? നിങ്ങളെ മുഴുവൻ തൗഹീദും ഞങ്ങൾ പൊളിച്ചെഴുതു. ചോദ്യം ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹാണെന്ന് നിങ്ങളുടെ മിസ്റ്റർ അൽബാനി ശരിയാതിരാരും സംശയിക്കണ്ട. സ്വഹീഹായ ഹദീസാണ്. ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല, ശരിയാക്കി തരാം. അപ്പോ മറുപടി പറയും. നബി ശിർക്ക് പ്രചരിപ്പിച്ചോ? വാദപ്രതിവാദത്തില് നടക്കാൻ പോണല്ലേ ഉള്ളൂ ചോദ്യോത്തരം. ചോദ്യം പോലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിഷയം എന്താന്ന് മനസ്സിലാക്കാതെ, എന്താ തർക്കം എന്ന് മനസ്സിലായിട്ടില്ല, എന്താ ചർച്ച എന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഹാല് മാറ്റല്ലേ? നൗഷാദിന് ഓർമ്മയുണ്ടോ ഇത്? എന്താണ് നൗഷാദ് ഹസനിയുടെ ഫേസ്ബുക്ക് കമന്റ്? എന്താ ഫേസ്ബുക്ക് കമന്റ് എന്നറിയോ? ഇപ്പോൾ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല. ആര്? ജിഷാന്റെ വീട്ടിൽ പോയി ജിഷാനെ കൂട്ടി റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ച്, പേരോടിന്റെ അടുത്ത് പോയി റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡർ കൊടുത്തേൽപ്പിച്ച് അഭിമാനത്തോടെ അത് രണ്ടും എന്റെ കയ്യിലേ ഉള്ളൂ എന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ. ഹാൽ ഒരു മാറ്റവും ഇല്ല അല്ലേ?
എന്തുകൊണ്ട് സമസ്തയിലേക്ക് CD? കാന്തപുരം പണം പിരിക്കുന്നവനാണ്, പിരിച്ചാൽ പള്ളി ഉണ്ടാക്കാത്തവനാണ്. പേരോട് വാദപ്രതിവാദത്തിന് പോകുമ്പോ എന്തിനാ വാദപ്രതിവാദം നടത്തുന്നതെന്ന് ചോദിക്കുന്നവനാണ് എന്ന് പറഞ്ഞ നൗഷാദ് ഇപ്പൊ പക്ഷെ ഒരു സത്യം പറഞ്ഞു. പേരോടിനെ ഞാൻ പറഞ്ഞപ്പോ മൂപ്പരെന്താ പറഞ്ഞത്? പൊന്നുരുക്കുന്നിടത്തെന്താ പൂച്ചക്ക്. അപ്പൊ നമ്മളിവിടെ പൊന്നുരുക്കാണ്, പൂച്ചയായ പേരോടിനെ ഇവിടെ കൊണ്ടുവരേണ്ടതില്ല എന്നാകും പറഞ്ഞത്. ചോദ്യം എന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന് ചോദിച്ചുകൂടെ എന്ന ചോദ്യം എങ്ങനെയാണ് ശിർക്കല്ലാതാകുന്നത്? ശിർക്കാകുന്നില്ല. കാരണം അതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റിസാലയിൽ നിന്ന് വായിച്ചു തന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, അത് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലും അത് ശിർക്കല്ല. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ശിർക്കാണോ? ഏതെങ്കിലും ഒരാൾ ഉസ്താദിനോട് അല്ലെങ്കിൽ ഗുരുനാഥനോട് അല്ലെങ്കിൽ ഒരു പണ്ഡിതനോട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ശിർക്കല്ല. അതല്ല നമ്മുടെ വിഷയം. ആ വിഷയം മനസ്സിലാക്കുന്നിടത്താണ് നൗഷാദിന് അബദ്ധം സംഭവിച്ചത്. അതിന് വിഷയാവതരണം കേൾക്കണ്ടേ, അതിനെ ഖണ്ഡിക്കണ്ടേ? അതിൽ നമ്മളെ കുറ്റം പറയാൻ ശ്രമിച്ചു. എന്താ പറഞ്ഞത്? ലബ്ബയെ കാണാനില്ല. ഫൈസൽ ഹസനി എവിടെ? റഫീഖ് ഹസനി എവിടെ? ഇപ്പൊ ഒന്നും തിരിയാത്തൊരു മധ്യസ്ഥനല്ലേ ഉള്ളത്. ഈ മധ്യസ്ഥനായിരുന്ന രാമന്തളി എവിടെ? എവിടെ പോയി? എവിടെ പോയി രാമന്തളി? എവിടെ പോയി ഫൈസൽ? എവിടെ പോയി റഫീഖ്? എവിടെ പോയി അസീസ് സക്കാഫി? പോയില്ലേ? നിങ്ങളെ വാദപ്രതിവാദം നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഇസ്തിഗാസ ചെയ്യുകയല്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിച്ചയാൾ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ കൂടി. അല്ലേ? തൗഹീദിലേക്കാ വന്നത്. നിങ്ങളെപ്പോഴുള്ള ആളുകൾ എവിടെയാണുള്ളത്? പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കണോ? ബാക്കി നൗഷാദിനൊപ്പമുള്ള ആളുകൾക്കറിയില്ലെങ്കിലും നൗഷാദിന് അറിയാമല്ലോ ഈ വിഷയത്തിൽ എനിക്കെന്തൊക്കെ ധാരണയുണ്ട് എന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള രൂപത്തിലേക്ക് പോകേണ്ടതില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലേ? ഇതിറക്കി ഇപ്പോൾ നടക്കുന്ന വിവാദം. അപ്പോഴാ മറ്റേ സാധു പറഞ്ഞത് എന്നോട് റെക്കോർഡ് ചെയ്യാൻ രാമന്തളി വരുന്നുണ്ട് എന്ന് പറഞ്ഞതും എന്നെ പേരോടിന്റെ അയക്കുമ്പോ റെക്കോർഡർ തന്നതും ഒക്കെ ഇയാളാ. എന്നിട്ടോ ഇപ്പോൾ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല. രക്ഷപ്പെടേണ്ടി വന്നില്ലേ? ഹാഫിൽ ഇപ്പൊ തുടങ്ങിയത് തന്നെയാണ്. ഹാഫിൽ ഇപ്പൊ പറയാൻ തുടങ്ങിയത് തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ റൂമായിരുന്ന ഇന്റർനെറ്റിലെ 2 റൂമിലും നിങ്ങളുടെ ഈ വാദപ്രതിവാദം ലൈവില്ല. അറിയോ നിങ്ങള്? അറിയില്ല. നിങ്ങൾ വേറെ റൂം തുറന്നിട്ട് അതിൽ 65 ആളാശത് കേൾക്കാന്. മനസ്സിലാക്കണം. എന്നിട്ടിപ്പോ ഞങ്ങളോട് ചോദിക്കാം ബാക്കിയുള്ളവരെവിടെ പോയി? അപ്പൊ നിങ്ങൾ പറഞ്ഞ തെളിവല്ല. നിങ്ങൾ പറഞ്ഞ തെളിവല്ല. ഇവിടെ വ്യവസ്ഥ എഴുതിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തിന് ശേഷം നടത്തുന്ന സഹായാർത്ഥന, അതാണ് നിങ്ങളുടെ വാദത്തിലുള്ളത്. അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ റസൂലിന്റെ അരികിൽ ചെന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാമോ? തർക്കമേ. സമയം കഴിഞ്ഞില്ല. ഏതായാലും ആവട്ടെ, അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ചോദ്യത്തെ തൊടാൻ കായക്കൊടി എന്നല്ല ഈ വന്ന ഒരൊറ്റൊന്നിനും സാധ്യമല്ല. എന്നിട്ട് ചോദിക്കുക ഫൈസൽ എവിടെ? റഫീഖ് എവിടെ? ഞാൻ ഏത് തൗഹീദിലാണോ ഉള്ളത് അവിടെ തന്നെയാണ് ഫൈസൽ ഹസനി ഉള്ളത്, അവിടെ തന്നെയാണ് റഫീഖ് ഉള്ളത്. അതേ സമയത്ത് ഈ റഹ്മാനിന്റെ തൗഹീദിലായിരുന്നില്ല നിങ്ങളിൽ ഉള്ളത്. അതാ നമ്മളെ കുഞ്ഞാപ്പ് ഇരിക്കുന്നുണ്ട്, മൂപ്പരുണ്ടായിരുന്നത്. നിങ്ങളെ തൗഹീദാണോ മാറിയത്? പിന്നെ ഞങ്ങളും ഉസ്താദുമാരും ചിലപ്പോൾ ഞങ്ങളെ വാക്ക് പറയും, ഞങ്ങളെ ശാസിക്കും, ഞങ്ങളെ ആശീർവദിക്കും. അതിൽ പൂച്ചയായ നിങ്ങൾക്ക് എന്താണ് ചോദിച്ചത്? ഞങ്ങളെ നന്നാക്കാനും ഞങ്ങളെ ആശീർവദിക്കാനും എല്ലാം ഞങ്ങൾ സമ്മതം കൊടുത്ത ഉസ്താദുമാരാണവർ. അതിന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. പിന്നെ ഫേസ്ബുക്കിലെത്തിക്കാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് ഫേസ്ബുക്കിൽ പിന്നെ നമുക്ക് പോവാം. ബൈലക്സിലുള്ളത് അത് പിന്നെ തീരുമാനിക്കാം. ഞാൻ പറയുന്നു, സ്വർഗം ദ്വാരിക്കാൻ പറഞ്ഞുവല്ലേ? മൗലവിക്ക് സംഭവം മനസ്സിലായില്ല. മഹാനായ നബിതങ്ങൾ ഒരു അയറാബിയോട് പറയാണ്, നിനക്ക് എന്ത് ആവശ്യവും ചോദിച്ചോ, എന്ത് ആവശ്യം ചോദിച്ചോ. അയറാബി ചോദിച്ചു, 40 ഒട്ടകം വേണം. അപ്പൊ നബി ചോദിക്കാണ്, ബനൂ ഇസ്രായേലിലെ കിളവിയായ ആ പെണ്ണ് ചോദിച്ച ചോദ്യം നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? ആ ചോദ്യം എന്താണ്? എന്താ? ദ്വാരക്കാനല്ല, മൂസാ നബിയോട് ചോദിച്ച ചോദ്യം. അതെന്താ? കിളവിയായ സ്ത്രീ
മഹാനായ മൂസ നബിയോട് ചോദിക്കുന്നത് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെയാവണം, ദ്വാരിക്കണമെന്നല്ല. നസ്സായുള്ള ചോദ്യമാണ്. നബി ചോദിക്കുന്നത് അങ്ങനെ എന്നോട് ചോദിച്ചൂടെ? അവിടെ ദുആന്ന് കൂട്ടുകയാണോ? സംഭവം മാറി. റബിയ നിങ്ങളെ ഹദീസല്ല ചോദിച്ചത്, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ചോദിച്ചത് നിങ്ങൾ അൽബാനി പറഞ്ഞ ഹദീസ, മറുപടി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത്തരം വിഷയം തൊടണ്ട. ഞാനാ തൊട്ടത്? നിങ്ങളല്ലേ തൊട്ടത്? തൊട്ടപ്പയല്ലേ കിട്ടിയത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളേത് തൗഹീദിലാണോ, ഞങ്ങളേത് ആശയത്തിലാണോ, ഞങ്ങളതിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലായില്ല. ഞങ്ങൾ മനസ്സുമൊന്നല്ല. ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങളെ ശാസിക്കാനും ഞങ്ങളെ നടപടിയെടുക്കാനൊക്കെ ഞങ്ങളെ ഉസ്താദുമാർക്ക് ഞങ്ങൾ അവകാശം കൊടുത്തിട്ടുണ്ട്. അതിൽ ജാഹിലികളായ നിങ്ങൾക്ക് എന്ത് കാര്യം? തൊട്ടുപോകരുത്. പക്ഷേ ഞാൻ പറയുന്നത് സഹോദരങ്ങളെ കൃത്യമായി ചോദ്യത്തിന് മറുപടി പറയും. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ. ഇത് സ്വർഗം ദ്വാരക്കാൻ പറഞ്ഞതാ? ഇത് ഇതെന്താണ് ചോദിച്ചത്? റഹ്മാൻ വിഷയാവതരണത്തിൽ പറഞ്ഞു മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് അള്ളാനോട് ചോദിക്കരുത്. അപ്പൊ വിഷയം പറഞ്ഞ വിഷയാവതരണം നടത്തിയത് എന്തിനാണ് ചങ്ങാതിയെ പിടിച്ചുകൊണ്ട് വന്നത്? ഇനിയിപ്പോ ആ തൊപ്പിയും പോകണോ? പാറയിപ്പിക്കരുത്. മറുപടി പറയും ധൈര്യം ഉണ്ടെങ്കിൽ. പറയാ സ്വർഗത്തിൽ എന്റെ കൂടെ ആവണമെന്താ ചോദിക്കാത്തത്? അതിൽ പറ മറുപടി. ഞങ്ങളുടെ തൗഹീദിൽ പഴച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഒരേ തൗഹീദിൽ നിന്നല്ലേ? എന്നാ നൗഷാദേ അല്ല, ഒരേ തൗഹീദിലല്ല. മറന്നുപോയി, ഹാല് മാറിപ്പോയി സഹോദര. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നടത്തിയ പ്രസംഗം, ഈ ബാക്ക്ഗ്രൗണ്ട് ഓർമ്മയുണ്ടോ? ഈ പ്രസംഗം ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? പൊന്മളക്ക് തൗഹീദിൽ പഴച്ചു. നിങ്ങളുടെ സകലവാദവും പൊളിഞ്ഞു. പൊന്മള പറഞ്ഞതെന്താ? അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവസാനിക്കുന്ന മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമാണ്. പൊന്മള പറഞ്ഞില്ലേ? പൊന്മള പറഞ്ഞു എന്ന് നൗഷാദ് പ്രസംഗിക്കുന്നതായത് ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? മറന്നോ? പൊന്മളയാ പ്രസംഗിച്ചിട്ടില്ല. പൊന്മള തൗഹീദ് പൊളിഞ്ഞു. അതുകൊണ്ട് മാറണം. പക്ഷേ സംഘടനയായിട്ട് ചില ആളുകൾ എതിർക്കുന്നില്ല. അതാണ് നമ്മുടെ സംഘടനാബോധം. അതുകൊണ്ടാണ് ഞാൻ ഈക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പ്രസംഗിച്ചിട്ടില്ലേ? അതാ തൗഹീദ്. നിങ്ങളുടെ വാദം പൊളിഞ്ഞു സുഹൃത്തെ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ തെളിവും തകർന്നു. കാരണം എന്താ? ഈ ചോദിച്ചതൊക്കെ മുഅ്ജിസത്ത് കൊണ്ടാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവസാനിക്കുന്ന ഒരൊറ്റ മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രം. ആരാ പറഞ്ഞത്? പൊന്മള. പിന്നെ നിങ്ങൾ എന്ത് തെളിവ് പറഞ്ഞിട്ടെന്താ? കാരണം അതൊക്കെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടത്. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയതെന്താ? വഫാത്തിന് ശേഷം. വഫാത്തിന് ശേഷം ചോദിച്ചത്? വഫാത്തിന് ശേഷമാണോ ചോദിച്ചത്? ഇത് കേട്ട സഹാബികൾ, ഈ സംഭവം, റബിയയുടെ സംഭവം, ഈ നിങ്ങൾ ഉദ്ധരിച്ച സംഭവം, ഇതൊക്കെ അറിയുന്ന സഹാബികൾ അള്ളാന്റെ റസൂലിനോട് സ്വർഗം തേടുന്ന ഒരു ഏർപ്പാടുണ്ടായോ? ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. എന്തേ കാര്യം? അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അതാ തർക്കമുള്ള വിഷയമേ അല്ല. നേരെ മറിച്ച് നിങ്ങളുടെ വാദം, നിങ്ങളുടെ ചോദ്യം മുഅ്ജിസത്ത് കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങളെ അയച്ച നിങ്ങളിപ്പോ പറയണ്ടല്ലോ ഞങ്ങളൊക്കെ ഒന്നാണ്. നിങ്ങളുടെ സംസ്ഥാന നേതാവല്ലേ പൊന്മള, പ്രസിഡന്റ്? ആ പ്രസിഡന്റാ പറയുന്നത് എന്ത്? വഫാത്തോടുകൂടി മുഅ്ജിസത്ത് അവസാനിച്ചു, ബാക്കിയുള്ളത് ഖുർആൻ മാത്രം. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അതാ പറഞ്ഞ് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. അതാ പറഞ്ഞ് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ? ഈ പൊന്മള ഇത് പറഞ്ഞു. ഈ പൊന്മളയുടെ അരികിൽ ഇവൻ പോയി സംഭാഷണം നടത്തി. എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ജിഷാനെ വിളിക്കാണ് ഖത്തറിലേക്ക്. എന്നിട്ട് അവനോട് പറയാ, പൊന്മളയെ കോൺഫറൻസിൽ തന്നെ വിളിക്ക്. എന്താ പൊന്മളയുടെ പ്രതികരണം ഒന്നറിയാലോ? വിളിച്ചു നോക്കി, വിളിച്ചപ്പോ കിട്ടി. പൊന്മള പറഞ്ഞു ഞാൻ തിരക്കിലാണ്. അപ്പൊ മറ്റോ ഫോൺ കട്ട് ചെയ്തിട്ട് പറയാം, ഉസ്താദ് തിരക്കിലാണ്, നമുക്ക് പിന്നെ വിളിക്കാം. ഇതല്ലേ നേതാക്കളും അനുയായികളും തമ്മിലുള്ള ബന്ധം? എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം, എന്തൊരാദരവ്. കാന്തപുരം പള്ളിക്ക് പണം പിരിച്ചാൽ കൊടുക്കൂലെന്ന് പറഞ്ഞു. എന്തൊരാദരവ്, എന്തൊരു ബഹുമാനം അല്ലേ? നേതാക്കന്മാരോട്, പണ്ഡിതന്മാരോട് കാണിക്കേണ്ട ആദരവ്. കുന്നത്തേരി സംവാദത്തിന് പോകുമ്പോ പേരെന്താ ചോദിച്ചത്? എന്തിനാ സംവാദത്തിന് പോണത്? അതെന്നെ പറഞ്ഞ് പൊന്നിരിക്കുന്നിടത്ത് പൂച്ചക്കെന്താ കാര്യം ചോദിച്ചൊന്നും ഞാനല്ല. വേണോ? നൗഷാദിന്റെ പ്രസംഗം ഒരിക്കലും മറക്കാത്ത, നേരത്തെ പറഞ്ഞ ഹാസുണ്ടോ കലക്കി തന്നില്ലേ? അത് കുടിക്കുന്നത് വരെ അല്ലേ? അങ്ങനെയാണ്.
ഹാസിലുമായുള്ള ബന്ധം, അതാണ് ഹാസിലുമായുള്ള ബന്ധം. അല്ലെങ്കിൽ നവംബർ 30 നൗഷാദ് EKയിലേക്ക് മാറുമായിരുന്നു, അല്ലേ? ഒരേ തൗഹീദല്ല, ഒരേ വിശ്വാസമല്ല, ഒരേ ആദർശമല്ല. പിന്നെ ഇപ്പൊ എന്തിനു മാറി? നൗഷാദെ, നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നു, വിഷയത്തിന് തെളിവായിട്ടില്ല. എവിടെ ചങ്ങാതി മറുപടി? എവിടെയാ മറുപടി? വിഷയം ഇസ്തിഗാസയാണ്. ഞാൻ ചോദിച്ചതെന്താ? ഒരേ ഒരു ചോദ്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സ്വർഗം ചോദിച്ചുകൂടെ എന്ന് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇത് ശിർക്കാണോ എന്ന് ചോദിച്ചിട്ട് ഹദീസിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ്, സ്വർഗം തന്നെ ചോദിക്കാം. അതോടുകൂടി മിസ്റ്റർ റഹ്മാൻ നടത്തിയ വിഷയാവതരണം തരിപ്പണമായി. ഇവിടെ അതിനർത്ഥമില്ല. പിന്നെ ഞാൻ ജബ്ബാർ മൗലവിയെ പണ്ട് മൂവാറ്റുപുഴയിൽ ചോദ്യം ചെയ്തിരുന്നു. അന്ന് ഇയാൾ ജബ്ബാറിനെ തള്ളി എന്നതുപോലെ ഇയാൾ മനസ്സിലാക്കിയത് പൊന്മള ഉസ്താദിനെ ഇവിടെ എടുത്തിട്ടാൽ ഞാൻ തള്ളിയിട്ട് നിങ്ങൾക്കൊന്ന് ആഘോഷിക്കാമെന്നാണെങ്കിൽ വെല്ലുവിളിക്കുന്നു നിങ്ങളെ ഞങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം സുബിക് റളിയല്ലാഹു അൻഹു ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീൻ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസത്തുൻ ലിഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വക്റാമാത്തിൽ ഔലിയാഇ ലാ തൻഖത്തിഉ ബിമൗതിഹിം, മരണം കൊണ്ട് മുറിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെതിരായി പൊന്മള ഉസ്താദ് എന്നല്ല, ഞങ്ങളെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാൻ ആണത്തമുള്ള മുജാഹിദുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? പൊട്ടത്തരം പറയുന്നില്ലേ? അതിന് അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ ചെയ്യുന്നതും തവസ്സുൽ ചെയ്യുന്നതും എതിരാകുന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ നടന്നത്. ആ CD പോലും നിങ്ങൾ കേട്ടിട്ടില്ല എന്നല്ലേ മൗലവി അതിന്റെ അർത്ഥം? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് തിരിയാതെ പോയി. നമ്മളെ ഉസ്താദും അതുപോലെ ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ഉദിച്ചിട്ടില്ല. അത് ഉദിക്കുമ്പോൾ ഞങ്ങൾ പറയും കേട്ടോ. അതുകൊണ്ട് കൃത്യമായി വീണ്ടും പറയുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്യാത്തവരാണെന്നോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നവരെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ പണ്ഡിതന്മാർ, അവരുടെ ആശീർവാദവും അവരുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുകയും അവർ തിരുത്തി തരുന്നത് അംഗീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. അതിൽ മുജാഹിദുകൾക്ക് യാതൊരു കഥയും ഇല്ല. എന്റെ അടുത്ത ചോദ്യം നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ എന്റെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂൽ മഅ്ബൂദ് ആയിട്ടുണ്ടോ? ചോദ്യം മറക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ മഅ്ബൂദ് ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. അതല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്താൽ യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാണ്. ശിർക്കാവുമ്പോ നബിതങ്ങൾ ആരാവും? ആരാധിക്കപ്പെടുന്നയാളാവും. തീർച്ചയാണല്ലോ, അതാണല്ലോ. അല്ലാഹ് മാത്രമേ യഥാർത്ഥ ആരാധ്യനുള്ളൂ. പക്ഷേ ഒരാള് അള്ളാഹുവിന്റെ റസൂലിനോട് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാനല്ലേ വാദം? അപ്പൊ നബി മഅ്ബൂദാണെന്നാണ് വാദത്തിൽ നിന്ന് വരുന്നത്. അത് ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ മഅ്ബൂദായിട്ടുണ്ടോ? ആരാധിക്കപ്പെടുന്ന വ്യക്തിയായിട്ടുണ്ടോ? അതിന് മറുപടി പറയണം. ഒറ്റ മിനിറ്റ്. ഇവിടെ പ്രത്യേകമായൊരു കാര്യം മധ്യസ്ഥ നിലയ്ക്ക് ഞാൻ പറയാണ്. രണ്ട് പണ്ഡിതന്മാരോടും ഇവിടെ ഹനീഫയും അസ്കറും തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? ഇതൊരു പഠിക്കാൻ വേണ്ടിയുള്ള സംവാദമാണ്. അതുകൊണ്ട് രണ്ട് വിഭാഗവും തമ്മിലുള്ള അവരുടെ സംഘടന തമ്മിൽ ആദ്യം തുടങ്ങിയാലും ഇല്ലെങ്കിലും അത് ഇവിടെ ഇനി മുന്നോട്ട് പോകാൻ മൈക്ക് ഓഫ് ചെയ്യുന്നതാണ്. നിർബന്ധമായും ഇവിടെ ചെയ്യേണ്ടത് ഹനീഫയും അസ്കറും തമ്മിലുള്ള വ്യത്യാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യമായി ബന്ധപ്പെട്ടായിരിക്കണം പണ്ഡിതന്മാർ പോകേണ്ടതെന്ന് ആദ്യമായിട്ട് പറയുന്നു. ഇനി അങ്ങനെ ഉണ്ടായാൽ മൈക്ക് ഓഫ് ചെയ്യുന്നതാണ്. വിഷയമായി ബന്ധപ്പെട്ടാവണം പോകേണ്ടത് ആധികാരികമായി ഉറപ്പ്. ആ പറഞ്ഞതിനോട് ആദ്യം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത് ആദർശ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. അതാ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ആ മുഅ്ജിസത്ത് മുറിഞ്ഞു എന്നാ പൊന്മള പറഞ്ഞത്. ആ മുഅ്ജിസത്ത് മുറിഞ്ഞു എന്ന് പൊന്മള പറഞ്ഞു എന്ന് പറയുന്നത് മറ്റൊരു വിഷയം പറയലല്ല. ആ വാദം, പൊന്മളയുടെ ഈ വാദം നിങ്ങൾക്ക് നന്നായി കൊണ്ടിട്ടുണ്ടല്ലേ? ഒഴിഞ്ഞു മാറണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. പൊന്മളയുടെ വാദമാണ്. പൊന്മളയ്ക്ക് അങ്ങനെ വാദമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. ഈ ഇരിക്കുന്ന നൗഷാദ പറഞ്ഞത്. ഈ ഇരിക്കുന്ന നൗഷാദ പ്രസംഗിച്ചത്. അല്ലെങ്കിൽ പറ ഞാനൊന്ന് നുണ പറഞ്ഞതാണ്.
അല്ലെങ്കിൽ ഞാനെന്ന് നുണ പറഞ്ഞതാണ് എന്ന് പറയണം. ഇവിടെ എന്ത് ചോദിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅബൂദാണോ എന്നത് നിങ്ങളുടെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നത്? ആർക്ക് ഇബാദത്ത് ചെയ്താലും അവർ മഅബൂദായി. അതല്ലേ പൂർവികന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ, അമ്പിയായിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ, ഔലിയായിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ മഅബൂദുകളായി. ആരെ ആരാധിച്ചാലും അവർ മഅബൂദുകളാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത ദയനീയാവസ്ഥയിലേക്ക് ഈ ആളുകൾ തകർന്നു പോയതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്മളയെ തള്ളൂല എന്നല്ലേ പറഞ്ഞത്? പൊന്മളയെ നിങ്ങൾക്ക് തള്ളാൻ കഴിയില്ല. കാരണം എങ്ങനെങ്കിലും ഉള്ളിൽ കയറി പറ്റാനുള്ള ശ്രമത്തിലാണല്ലോ. പൊന്മള പ്രസിഡന്റാ, പേരോട് സെക്രട്ടറിയാ. രണ്ടാളെയും തള്ളിയാൽ അടുത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും തള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഈ വാദം നിങ്ങളാണ് ഈ സമൂഹത്തിന് മുന്നിൽ കേൾപ്പിച്ചത്. ഒരു പൊതുപരിപാടിയിൽ പൊന്മളയ്ക്ക് ഇങ്ങനെ ഒരു വാദമുണ്ട് എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ ആദ്യം കേൾപ്പിച്ചത് നിങ്ങളാ. എന്നിട്ടോ ഈ അനാവശ്യ വിവാദവുമായി എനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് കമന്റ് ഇട്ടാ മതിയോ? ഈ ജാതി നുണയും പറഞ്ഞിട്ട് എന്നാ പറയാതെ നുണയാണ്, ഞാനന്ന് നുണ പറഞ്ഞതാണ്, ഞാനന്ന് കളവ് പറഞ്ഞതാണ്. എന്റെ ഉസ്താദുമാരോടുള്ള ബഹുമാനം കാരണം, എന്റെ ഉസ്താദുമാരോടുള്ള ആദരവ് കാരണം, അവർ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന മര്യാദയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഞങ്ങളെ എന്തും പറയാം, ഞങ്ങൾക്ക് അവരെയും എന്തും പറയാം. അങ്ങനെ ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. എമ്മക്ക് അഫ്ൽ എന്തും പറയാം, ഓലിക്ക് നമ്മൾ എന്ന് പറയാം. അല്ലെങ്കിൽ എന്തിനാ ഈ നുണ പറഞ്ഞത്? നുണയാണെങ്കിൽ നുണയല്ല, പൊന്മള പറഞ്ഞതാണ്, പൊന്മളയുടെ വിശ്വാസമാണ്. അപ്പൊ മൂപ്പര മറുപടി എന്താ? അത് ഇസ്തിഗാസയായി ബന്ധപ്പെട്ട തർക്കമല്ലല്ലോ. ഒരു ചങ്ങായി ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് കള്ളും കുടിച്ചിറങ്ങി വരിക. അപ്പൊ അവനോട് ചോദിച്ചു, അല്ല ഞാൻ ഇതിന്റെ കള്ളു കുടിക്കാൻ പോയത്, നീ എന്താ മദ്യപിച്ചത്? അത് മദ്യപിക്കാനുള്ള ചടങ്ങൊന്നും ആയിരുന്നില്ല, അത് ആ ഒരു ഇനിന്റെ മജ്ലിസായിരുന്നു. അവിടെ പിന്നെ കുറച്ച് കള്ളു കൊടുത്തിരുന്നു, അത് അവിടുന്ന് കുടിച്ചു എന്ന് മാത്രം. കള്ളു കുടിക്കാൻ പറ്റ പാർട്ടിയൊന്നുമല്ല. അതുകൊണ്ട് തെറ്റല്ല. ഏത് സമയത്തും തെറ്റ് തന്നെയാണ്. മുടി വിവാദത്തിൽ പറഞ്ഞാലും, പൊടി വിവാദത്തിൽ പറഞ്ഞാലും, തടി വിവാദത്തിൽ പറഞ്ഞാലും, അടിവിവാദത്തിൽ പറഞ്ഞാലും ഈ വാദം മുഅ്ജിസത്ത് അത് തകർന്നു കഴിഞ്ഞു, മുഅ്ജിസത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുന്നത് ഏത് മുഅ്ജിസത്ത് മാത്രം? ഖുർആൻ മാത്രം. അപ്പൊ ബാക്കിയുള്ള എല്ലാ ചോദ്യവും തീർന്നു, എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്താ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായതേട്ടം, അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള സഹായത്തേട്ടം അത് ശിർക്കല്ല എന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കണം? ഖുർആൻ കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? സഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഇജ്മാഅ് കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഖിയാസ് കൊണ്ട് തെളിയിക്കണം. തെളിയിച്ചോ? ഇല്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ സുബിക്ക് പറഞ്ഞതിനെതിരല്ല ഞങ്ങൾ. ഞാൻ പറഞ്ഞുതരങ്ങൾ. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, ഒരുപാട് വാദപ്രതിവാദത്തിനും സംവാദത്തിലൊക്കെ നമ്മളെല്ലാവരും പങ്കെടുത്തവരാണ്. ഞാൻ ഒരുപാട് മീഡിയേറ്റർ ആയിട്ടുണ്ട്. നൗസാദ് ഹസനിയും അതേപോലെ തന്നെ അനീഫൊക്കെ ഒരുപാട് പരസ്പരം ഇത്തരം സംവാദങ്ങൾ പങ്കെടുത്തവരാണ്. ഇതേപോലത്തെ ഒരു രീതിയിൽ ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിയുന്നതും രണ്ടു കൂട്ടരും സംയമനം പാലിക്കണം. ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു ഒച്ചമ്പിടി ഉണ്ടായാൽ അത് പിന്നീട് മറുഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഉണ്ടാകരുത്. കാരണം ഇത് കഴിയുന്നത് വരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, ഒരുപാട് സ്ഥലത്തുണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടപെടലല്ല ആവശ്യം, ഇടപെടാനുള്ളൊരു അവസരം ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. വിഷയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് മധ്യസ്ഥൻ പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കൃത്യമായി ഞങ്ങളിവിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മൗലവിക്ക് സാധിച്ചില്ല. സ്വർഗം എന്തേ എന്നോട് ചോദിക്കാത്തത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചോദിച്ചു, ശിർക്ക് പ്രചരിപ്പിക്കുകയാണോ? മിണ്ടിയിട്ടില്ല അതിനെ സംബന്ധിച്ച്. രണ്ടാമത് നമ്മൾ ചോദിച്ചു, നബി തങ്ങൾ മഅബൂദായിട്ടുണ്ടോ, ആരാധിക്കപ്പെടുന്ന ആളായിട്ടുണ്ടോ? അപ്പൊ ഇയാൾ പറയാണ്, അത് എന്താ സംശയം? നബി തങ്ങളെ ആരാധിച്ചാൽ അത് മഅബൂദ് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ നബി തങ്ങളെ മഅബൂദാക്കൽ തന്നെയാണ് എന്നാണ് അയാൾ പറയുന്നത്. എന്നാ കേട്ടോ എന്റെ അടുത്ത ചോദ്യം. ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നബിതങ്ങൾ മഅബൂദാവുകയില്ല എന്നതാണ്. അതെവിടെയാണ്? നിങ്ങളുടെ മുഴുവൻ വാദവും ഇന്ന് തരിപ്പണമാവുകയാണ്. മഹ്ശറാവൻ സഭയിൽ ശഫാഅത്തിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാം മുതൽ ഓരോ നബിമാരെ സമീപിക്കുന്നു. അവസാനം വരുന്നു മഹാനായ റൂഹുല്ലാഹി ഈസാ. ഈസാ നബിയോട് പറയുന്നു, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം. ആ സമയത്ത് ഈസാ നബി പറയുന്നത്, മക്കളെ, എന്നെ കൊണ്ട് സാധ്യമല്ല. ഇന്നി ഉബിത്തു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ എന്നെ ആരാധിക്കപ്പെട്ടു. നിങ്ങൾ ചെല്ലണം ഒരു നേതാവിന്റെ സമീപത്തേക്ക്. ആ നേതാവിന് അങ്ങനെ ഒരു വിഷയവും പറയാനില്ല. ആരും ആ നേതാവിന് ഇബാദത്ത് ചെയ്തിട്ടില്ല. ആ നേതാവിന്റെ സമീപത്തേക്ക് പോകൂ. ചോദിക്കട്ടെ, ഞാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു നബി തങ്ങൾ മഅബൂദായിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞത് ഈസാ നബിക്ക് തിരിഞ്ഞിട്ടില്ലേ? ഇബ്നു തൈമിയ മുതൽ നിങ്ങളെ മുഴുവൻ തലതൊട്ടപ്പന്മാരും ഉണ്ടാക്കിക്കൊടുന്ന മുഴുവൻ വാദങ്ങളും അതോടെ തകർന്നു തരിപ്പണമായി. റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണത്. അല്ലാഹുവിന്റെ റസൂല് മഅബൂദായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിലേക്ക് പോകൂ. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഈസാ നബിനേക്കാൾ മഅബൂദായത് ആരാവും? നബിതങ്ങളാവും. കാരണം ഇർതഗബത്തുകളിലും പെടും. എല്ലാം വിളിക്കുമ്പോഴൊക്കെ നബിതങ്ങൾ ഇങ്ങനെ ആരാധിക്കപ്പെടില്ലേ? അതുകൊണ്ട് വിഷയമായുള്ള ബന്ധം പഠിച്ചോ. ഇസ്തിഗാസ ശിർക്കാ, നിങ്ങളുടെ വാദം പൊളിഞ്ഞു. ശിർക്കാണെങ്കിൽ നബി മഅബൂദാകും. മഅബൂദായിട്ടില്ല എന്നതാണ് നബിയുടെ പ്രത്യേകത. അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അത് നിങ്ങൾ പഠിച്ചില്ല. അത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആ വിഷയം ആവർത്തിക്കുമ്പോ പൊന്മള ഉസ്താദിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടും കളവാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഇസ്തിഗാസ അതുപോലെ തവസ്സൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തന്നെ പറയുന്നു. ഇല്ല, ഒരു മൂപ്പരിപ്പോ കള്ളു കുടിക്കുന്ന രൂപത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നടക്കൂല. ഞങ്ങൾ പറയുന്നത് തെളിയിക്കാൻ അത് വിഷയം തന്നെ വേറെയാണ്. അത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം ഒരു പരിപാടിക്ക് വാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്നാ ഉസ്താദ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. പൊന്മള നിങ്ങൾക്ക് രക്ഷപ്പെടൂല മുസ്ലിയാരെ. പൊന്മളയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? പിന്നെയും ഇസ്തിഗാസയും തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയം